സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. മഴയാണ്. അതെ ഇതപ്പണ്ടല്ല ഒരു സാധനം ഇല്ല ഈ കുടുംബത്ത്. ഉള്ള മുളക് പൊടി സവാളയും വെച്ചുകൊണ്ട് ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അരി മേടിച്ചുകൊണ്ട് വന്നാൽ വെള്ളം വെച്ചുണ്ടാക്കി തരാം, അല്ലെങ്കിൽ വായു ഭക്ഷിച്ചാൽ മതി ഇരുന്നോട്. ആ പിള്ളേര് വൈകുന്നേരം എന്ത് തിന്നോന്ന് അടുത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. വെല്ലോടത്തും പോയി വല്ല പണി ഉണ്ടാ നോക്ക് മനുഷ്യ, ഇങ്ങനെ കുത്തിരിക്കാണ്ട്. എല്ലാ ദിവസവും വരെ മഴയാണ് വെയിലാണെന്നും പറഞ്ഞു കൂടി കുടുംബത്തേറി ഇങ്ങനെ ഇരിക്കുന്നു. സോപ്പിന്റെ കഷ്ണം പോലും പക്ഷെ കുളിച്ചിട്ട് 2 ദിവസമായി മര്യാദ. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കിട്ടും നോക്കാനാ. പണിയില്ലാതെ ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യും? എന്റെ പൊന്നമ്മാമേ, ഞാൻ മനഃപൂർവ്വം പണിക്കുവാതിരിക്കണ. പണിയുള്ള സമയത്ത് എന്തെങ്കിലും കുറവുകൂടെ വരുത്തിയിട്ടുണ്ടോ? ഇത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പെയിന്റിങ് പണിക്കാരുടെ കാര്യം ഇത്രയൊക്കെ തന്നെയാണ്. എപ്പോഴും പണി ഉണ്ടാവില്ല. മഴയത്ത് ഞങ്ങൾക്ക് ഇന്ന് പെയിന്റ് അടിക്കാൻ പറ്റും. ഇവള് കാര്യം ഒരു കണ്ടിടത്തുള്ളത് അവളുടെ സങ്കടം കൊണ്ടാണ്, എനിക്കറിയാം. അതിൽ ഞാനൊന്നും പറയാത്തത്. എൻ്റെ അമ്മാമേ, എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ ഞാൻ പണിക്കുവാതിരിക്കും. മനുഷ്യന് സിഗരറ്റ് വലിച്ചിട്ട് എത്ര ദിവസം എന്നറിയോ? പണിയുള്ളപ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് വെച്ച് വലിക്കണ ഒരു ദിവസം. ഇപ്പൊ ഒരു വീഡിയോ പോലും വലിക്കാൻ പറ്റാണ്ട് മനുഷ്യരിരുന്ന് ഉരിക്കും. പണി ഉണ്ടായിരുന്നപ്പോ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിയിരുന്നല്ലേ. പണിയില്ല, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ല അവര്. ദേവൻ ഇപ്പോഴ എടി ഞാനേ എവിടെയെങ്കിലും പോട്ടെ പണിയെല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. അമ്മാമ്മ ഇതെവിടെ പോയിട്ട് കയ്യിലെന്താണ്ടൊക്കെ ഉണ്ടല്ല. ഇതെവിടെ നീട്ടി? പെൻഷൻ കാശ് കിട്ടിയിട്ടേ ഞാൻ കുറേശ്ശെ കാശ് മാറ്റി വെച്ചിരുന്നാണ് ഇല്ലാത്തപ്പോൾ എടുക്കാനായിട്ട്. ആണാ, അത് നന്നായി. ആടാ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചിട്ടുണ്ട്. നീ സിഗരറ്റ് വലിക്കാണ്ട് എൻ്റെ മനം വിഷമിക്കണ്ട. ഓ നല്ല ബെസ്റ്റ് അമ്മ. ഒരു പാക്കറ്റ് സിഗരറ്റിന് 100 രൂപ. ആ, ഈ സിഗരറ്റല്ലേ നീ വലിച്ചോണ്ടിരുന്നത്? നീ ഒന്നുകൂടി നീങ്ങാടാ. നീ 10 ദിവസം വലിക്കണ സിഗരറ്റിൻ്റെ പകുതി കാശ് മതി. എന്തെല്ലാം കിട്ടും എനിക്കറിയാമോ? അത് ഞാൻ കാണിച്ചു തരാം. 2 അരി, ഉള്ളി, പയറ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, സോപ്പ്, കടുക്, 1 കിലോ പഞ്ചസാര, ചായപ്പൊടി, പപ്പടം, പരിപ്പ്, മല്ലിപ്പൊടി. പണി ഉള്ളപ്പോഴേ പഠിക്കണേൻ്റെ പകുതി കാശ് മതി. പണിയില്ലാത്തപ്പോൾ ഇത്ര സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരാനായിട്ട്. സമ്മാനം വലിക്കലൊക്കെ കുറച്ച് നിർത്തത് വേണ്ടെന്ന് നോക്കി. അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും ആ കൊച്ചുങ്ങൾ ഭക്ഷണം കഴിച്ച് കിടക്കട്ടെ. ഇത്ര സാധനങ്ങൾ